അലോപ്പതിയിൽ കമ്പനിക്കാരന് അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന മരുന്നുകളും അവനുണ്ടാക്കി വെച്ചിരിക്കുന്ന സിദ്ധാന്തവും പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ അവനാണ് IMA കൊടുക്കണേ. WHO പഠിപ്പിക്കുന്നത് എല്ലാവർക്കും കൊടുക്കുന്ന അറിവ് യവൻ്റെ കമ്പനിയുടെ കച്ചവടമാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ മന്ദരോഗത്തിൻ്റെയും പോളിയോയുടെയും എല്ലാത്തിൻ്റെയും മരുന്ന് നടക്കണം. മന്ത് പരത്തുന്നത് കൊതുകല്ല. നമ്മൾ പക്ഷേ അതല്ലെന്ന് എഴുതിയാൽ മാർക്ക് കിട്ടൂല. നമുക്കിത്ര കോമൺ സെൻസോട് കൂടി 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം ക്യൂലെക്സ് വർഗത്തിൽപ്പെട്ട പെൺകൊതുകുകളാണ് മന്ത് പരത്തുന്നതെന്നാണ് നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് എഴുതുന്നുമുണ്ട്, പരീക്ഷയ്ക്ക് എഴുതിയാൽ മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരാൾ താമസമുണ്ട്. അയാൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ മന്ത് രോഗിയായിരുന്നു. അയാൾ കല്യാണം കഴിച്ച് കുട്ടികളും എല്ലാം കൂടെ കൂടിയിട്ട്, കൊച്ചുകുട്ടികളും എല്ലാം കൂടെ കൂട്ടിയിട്ട് 14 അംഗങ്ങളുണ്ട്. അയാളുടെ ഭാര്യയുണ്ട്. അയാൾക്ക് ആർക്കും ആ വീട്ടിൽ ഇതുവരെ മന്ത് പിടിച്ചിട്ടില്ല. ചേർത്തലയിലാണ് കൊതുക് കൂടുതലുള്ളത്. ഈ ചേർത്തലയിലുള്ള ആ കൊതുക് ഇയാളെ 48-50 വർഷം കൊണ്ട് ഈ ഭാര്യയിട്ട് കുത്തുവാണ്. ഇന്ന് വരെ ആ ഭാര്യയ്ക്ക് മന്ത് പിടിച്ചിട്ടില്ല. അയാളുടെ 14 മക്കളും കൊച്ചുമക്കൾക്കും മന്തില്ല. അയൽവക്കത്തുള്ളവനുമില്ല. ഈ കൊതുക് എന്നാൽ കൊത്തിയിട്ട് ഇയാളെ കുത്തിയിട്ട് അയൽവക്കത്ത് പോയി കുത്തണ്ടേ? അവനുമില്ല. ഈ കൊതു ഇവിടെ നിന്ന് ഇയാളെ കുത്തിയിട്ട് കാസർഗോഡ് ചെന്ന് അവിടെയുള്ള പ്രതിരോധ ശക്തി കുറഞ്ഞവനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ പുറത്ത് ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവന് മന്ത് വരത്തുമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം കൂടെ കൂടി നമുക്ക് മന്തിൻ്റെ ഗുളിക തന്നു. ഇതെവിടെ ശരിയാവണി? ശരിയോ തെറ്റോ? ഗുളിക തന്നോ ഇല്ലയോ? തന്നു. ഇയാൾക്ക് എന്തേ മന്ത് പിടിക്കാൻ? അതുപോലെ 14 ദിവസമേ ഒരു കൊതു ജീവിച്ചിരിക്കുള്ളൂ. ഈ കൊതു ഇവിടുന്ന് കാസർഗോഡ് പറഞ്ഞത്തെ എത്ര ദിവസം വേണം? മന്ത് പരത്തുന്നത് കമ്പനിക്കാരനും സർക്കാരും കൂടാ. മന്ത് പരത്തുന്ന ആരാന്ന് ചോദിച്ചാൽ, പോളിയോ പരത്തുന്ന ആരാന്ന് ചോദിച്ചാൽ കമ്പനിക്കാരനാണ് പരത്തുന്നത്, സർക്കാരും. സർക്കാരിൻ്റെ ആളുകൾ കാശ് മേടിക്കുന്നു, പാസ്സാക്കുന്നു. അല്ല അവിടെ എന്താ നടക്കണേ? അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അയൺ ടാബ്ലറ്റ്. ആ അയൺ ടാബ്ലറ്റ്, ഒറിജിനൽ അയൺ ടാബ്ലറ്റ്, മാഗ്നറ്റ് പിടിക്കാത്ത അയൺ ടാബ്ലറ്റ് കഴിച്ചാൽ 32 സൈഡ് എഫക്റ്റുകളുണ്ടെന്നും, വയറിളക്കം, വയറ് വീർക്കൽ, മലം കട്ടിയാകൽ, അല്ലെങ്കിൽ ലൂസ് മോഷൻ, പല്ല് കളർ മാറുക, പിന്നെ കരൾ പോവുക, കിഡ്നി അടിച്ചു പോവുക, ഇതെല്ലാ കാര്യങ്ങളും അവർ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിന് ഇത്രയും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന്. ഇത് സൈഡ് എഫക്റ്റ് ബൈബിൾ എന്നും പറഞ്ഞൊരു പുസ്തകമുണ്ട്. അമേരിക്കയിലൊക്കെ, ഇന്ത്യയിൽ അത് വന്നിട്ടേ ഇല്ല. അതിൻ്റെ കോപ്പി എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈഡ് എഫക്റ്റ് വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ശകലം അളവ് കൂടിയാൽ അതിന്നത് അടിച്ചു പോകും. കിഡ്നിക്കാണ് കൂടുതലും അടിക്കുന്നത്. കിഡ്നിയും കരളിനും അടിക്കും. സ്വഭാവം വരെ മാറും. കുട്ടികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഷത്തിൽ 52 ഗുളിക കൊടുക്കുന്ന പ്രസ്ഥാനം, അതിൽ ആഴ്ചയിൽ ഒരു ഗുളിക വെച്ച് കൊടുക്കുന്നു. ആ ഗുളിക കഴിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ തിരുവല്ലയിൽ ഒരു സ്കൂളിൽ 500 കുട്ടികൾ ആശുപത്രി കഴിയും. അവിടെ 12 സാറന്മാർ. ഇതിൻ്റെ 2009 മുതൽ ഇങ്ങോട്ട് നടന്നതായ കൊടുത്ത നാട്ടുകളിൽ ഓരോ സ്റ്റേറ്റിലും കൊടുത്തതിൻ്റെ സൈഡ് എഫക്റ്റുകളും ആശുപത്രിയിൽ പോയി മരിച്ച ആളുകളുടെ ലിസ്റ്റുമായിട്ടാണ് ഞങ്ങൾ VSൻ്റെ അടുത്ത് പോയി, ഉമ്മൻചാണ്ടിയുടെ അടുത്ത് പോയി, മുഖ്യമന്ത്രി CMൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ 16 പത്രക്കാരെ വിളിച്ചു, 14 ചാനലുകാരെ വിളിച്ചു. എല്ലാവരുടെയും മുമ്പ് വെച്ചിട്ട് ഇതെല്ലാം അവതരിപ്പിച്ചു കൊടുത്തു. ഒരു ചാനലുകാരനോ ഒരു പത്രക്കാരനോ ഇത് ഇടാൻ തയ്യാറായില്ല. ഇവരുടനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിനി ഇടരുത്, ഞങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യാനുള്ളതാ. പിറ്റേന്ന് ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ തിരുവല്ലയിലെ സ്കൂളിൽ 500 കുട്ടികൾ അവശ നിലയിലായി. 12 സാറന്മാരും. അതിൻ്റെ പിറ്റേന്ന് വയനാട്, അതിൻ്റെ പിറ്റേന്ന് മലപ്പുറത്ത്, എല്ലായിടത്തും പ്രശ്നമുണ്ടായി. ഇതൊരു പത്രക്കാരനെയും കാണുന്നില്ല, ചാനലുകാരെയും കാണുന്നില്ല, ആരും ഇത് ഏറ്റെടുക്കാനും തയ്യാറല്ല. ഇപ്പം പണ്ട് പോളിയോ പിടിക്കുന്നതിന് പകരം ഇപ്പം തലയങ്ങ് തളർന്നു പോവാ. ഓട്ടിസവും തളർച്ചയും എഴുന്നേറ്റിരിക്കാൻ വയ്യാതെയും എല്ലാം ആവുന്നു. അതുകൊണ്ട് അലോപ്പതി മരുന്ന് ചികിത്സിക്കാൻ പോകുന്നതിനെ മുമ്പിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവർ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുമ്പോൾ 10 രോഗങ്ങളാണ് പുതിയതുണ്ടാവുന്നതെന്നുള്ള സത്യം അവർ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്.